നമസ്കാരം. വിനോദ് നാരായണൻ സംവിധാനം ചെയ്ത് DOP ആയ സിനു സിദ്ധാർത്ഥൻ അഭിനയിച്ച ജീവൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പടം നല്ലൊരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് ആണ്. ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ വാല്യുള്ള സിനിമയാണ്. പ്രീതിയാണെങ്കിലും പൊതുവെ നായകന്മാരാണെങ്കിലും എനിക്ക് വർക്കായി പോയി. കാരണം ചിലര് തിയേറ്ററിൽ വരുമ്പോൾ സെൽഫി തരാൻ പഠിക്കും, നായികാരൊക്കെ സെൽഫി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയാനല്ല, പക്ഷേ ഇതിൽ കണ്ടിരിക്കാവുന്ന സിനിമയാണ്. മറ്റേ ഇതിൽ വെള്ളം സിനിമയെ അടുപ്പിച്ച് താരതമ്യം ചെയ്യാം. പക്ഷേ കാരണം വെള്ളത്തിൽ ജയസൂര്യ ചെയ്ത പെർഫോമൻസ് അവാർഡ് കിട്ടി, പക്ഷേ സീനു ചെയ്ത പെർഫോമൻസും അവാർഡ് പണിക്കേണ്ട മൂവിയാണ്. അവാർഡ് മൂവി തന്നെ പറയാം. കാരണം ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ടുള്ള മൂവിയാണ്. ഒരു അവാർഡ് പരിഗണിക്കുന്ന മൂവിയാണ്. കാരണം അത്രയും നല്ല രീതിയിൽ ഡയറക്ടർ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനു ചേട്ടനെ നല്ലൊരു അഭിനയമാണ്. പിന്നെ പ്രീതി ചേച്ചി, പിന്നെ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇത് ജീവിതഗന്ധിയായിട്ടുള്ള ഫാമിലി സബ്ജക്റ്റാണ്, ഒരു ഇമോഷണൽ സബ്ജക്റ്റാണ്. ഒരു കള്ളുകുടിയന്മാർക്കുള്ള ഒരു മെസ്സേജുള്ള സിനിമയാണ്. കള്ളു കുടിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ലൈഫ് ലോങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫാമിലി അത് നല്ലതായിട്ട് സംഭവിക്കില്ല എന്ന് പറയുന്ന മെസ്സേജ്. ഇവിടെ വെള്ളം മൂവിയിലെ മുരളിയില്ലേ, അതിൽ നിന്നും ഈ ജീവൻ വ്യത്യസ്തമാണോ? വെള്ളം മൂവിയിലെ ജയസൂര്യ വലിയൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് നല്ലൊരു നാച്ചുറാലിറ്റി പെർഫോമൻസ് ആയിട്ട് തോന്നി. കാരണം ജയസൂര്യ എന്ന നടൻ ഒരുപാട് സിനിമയിൽ വെള്ളോടിയായിട്ടൊക്കെ അഭിനയിക്കുമല്ലോ, പക്ഷെ ഇത് ഒരു പുതുമുഖ നടനല്ലേ സിനിമ. അപ്പൊ അത് വർക്കൗട്ടായി പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഇതും തുറോട്ട് ഫുൾ ഉള്ളത് പുതുമുഖങ്ങളാണ്. ആ ഒരു എഫേർട്ട് എടുക്കാൻ ഡയറക്ടർ കാണിച്ച കോൺഫിഡൻസ് സ്ക്രിപ്റ്റിന്റെ ആണോ അതോ? അത് സ്ക്രിപ്റ്റിന്റെയും പിന്നെ ആ ഒരു ആർട്ടിസ്റ്റിന്റെ വാല്യൂ അല്ല, ഇതില് കഥയാണ് വലുത്. കാരണം ഈ പടം മമ്മൂക്ക അഭിനയിച്ചാൽ പോലും കഥയ്ക്ക് വാല്യൂ ഉണ്ടെങ്കിൽ അത് ഏതൊരു പുതുമുഖ, ഇപ്പൊ ഞാൻ അഭിനയിച്ചാൽ പോലും ചിലപ്പോൾ വർക്കാവും. അപ്പൊ പുതുമുഖക്ക് ഇനി നല്ല സാധ്യതയാണ് ഇതുപോലുള്ള പടങ്ങൾ വിജയിക്കുവാണെങ്കിൽ അല്ലേ? പുതുമുഖങ്ങൾക്ക് ഇതുപോലുള്ള പടങ്ങൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പോ മഞ്ഞുമൽ ബോയ്സ് പോലെയോ അല്ല പ്രേമലു പോലെയോ ആൾക്കാർ ഇടിച്ച് സിനിമയ്ക്ക് പുതുമുഖ നടന്മാർക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പടങ്ങളും ഇതുപോലെ ഒരുപാട് തിയേറ്റേഴ്സും ഉയർന്നു വരും. എന്ത് പറയുന്നത്, ആളുകൾ കാണേണ്ട ഒരു മൂവിയാണോ? ആളുകൾക്ക് ഒരു മെസ്സേജ് ഉള്ള സ്റ്റോറിയാണ്. മസ്റ്റ് വാച്ച് ആണ്. മസ്റ്റ് വാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിരിക്കാൻ പറ്റും. ആണല്ലേ? ഫീൽ ഗുഡ് ഉണ്ട്. പാട്ടുകളൊക്കെ പുതിയ തലമുറയിൽ കേൾക്കേണ്ട പാട്ടുകളാണ്. ഇഷ്ടപ്പെട്ടു. കാരണം ജീവൻ എന്ന സിനിമ എല്ലാവർക്കും ജീവൻ നൽകുന്ന ഒരു സിനിമയാണ്. വിനോദ് നാരായണൻ ഗോവിന്ദൻകുട്ടി തിരക്കിലാണെന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിന് സമ്മാനിച്ചൊരു നല്ലൊരു സിനിമയാണ്. അതിലുപരി നമ്മൾ ശരിക്കും സങ്കടം വരുന്നത് നമ്മുടെ സുഹൃത്തുക്കളെ മദ്യപിക്കുന്ന ചില സുഹൃത്തുക്കളുടെ ജീവിതം നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. മദ്യപിച്ച് അവരെ ജീവൻ തന്നെ തകർന്നു പോയ ഇതിലൂടെ ആ നായക കഥാപാത്രമായിട്ട് ഒരു ക്യാമറമാനാണ് ചെയ്തിരിക്കുന്നത്. അത് ഇതിനകത്ത് പെർഫോമൻസ് സൂപ്പർ. ഒരു നല്ലൊരു ആക്ടറായിട്ട് ഒരു ചില സീനുണ്ട്, അതിലൊരു എന്താ പറയുക, മദ്യപിച്ച് കിടക്കുമ്പോൾ ഒരു പട്ടി വന്നിട്ട് മൂത്രം ഒഴിക്കുന്ന സീനുണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ടൊരു ഷോക്കായിപ്പോയി. അതുപോലത്തെ ആ കഥാപാത്രത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നൊരു നടനായി വന്നിരിക്കുകയാണ്. നായിക അപ്പ എന്ന തമിഴ് സിനിമയിലൂടെ വന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ പെർഫോമൻസ് അങ്ങനെ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ രസകരമായൊരു മൂവിയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. മദ്യപാനം നമുക്ക് ദോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ശരിക്കും ദോഷം തന്നെയാണ്. കാരണം ഒരുപാട് ഫാമിലി നശിച്ചു പോയിട്ടുണ്ട് മദ്യപാനം മൂലം. ആ മദ്യപാനം കൊണ്ട് ഈ പടം കണ്ടപ്പോൾ ഒന്ന് കണ്ണ് നിറഞ്ഞു പോയി. ഈ പടം കണ്ടപ്പോൾ സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോയി. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെ കഥാപാത്രം ആ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കണ്ടവർ നമ്മളിപ്പോൾ വെറുതെ പറയുന്നതല്ല, കണ്ട എല്ലാവരും കണ്ണ് നിറഞ്ഞു പോയി ഈ സീൻസ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സിനിമകൾ മലയാളത്തിന് സമ്മാനിക്കുന്ന നല്ല നല്ല സന്ദേശങ്ങൾ വിനോദ് നാരായണ സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അഭിനന്ദനങ്ങൾ. എല്ലാ വിഷ്ണു ഒരു വാക്ക് പറ. സിനിമ കാണേണ്ട പടമാണ്. കഴിഞ്ഞിട്ട് പിന്നെ കണ്ടേക്കണ ഇതാണെന്ന് തോന്നുന്നു. അതല്ലേ, ആ വെള്ളം സിനിമയ്ക്ക് ശേഷം ജയസൂര്യ ചേട്ടൻ അഭിനയിച്ചിരിക്കുന്ന വെള്ളം എന്ന സിനിമയിൽ ജയസൂര്യ ചേട്ടനല്ലോ ആ കഥാപാത്രം ആ ജീവിതമായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നടനല്ല അഭിനയിച്ചത്. അപ്പോൾ വെള്ളം സിനിമയ്ക്ക് ശേഷം മലയാളത്തിന് ഒരു നല്ലൊരു മൂവി കിട്ടിയിരിക്കുകയാണ്. നല്ല ഗംഭീരം, അടിപൊളി പടമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഒരു നല്ലൊരു മെസ്സേജാണ് ഈ പടത്തിൽ. ഒരു മനുഷ്യൻ എങ്ങനെ ആവരുത്, അതായത് മദ്യത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത്. മദ്യം നമ്മളെ കുടിക്കരുത്, നമ്മൾ മദ്യം കുടിക്കണം എന്നുള്ളതാണ് ഈ പടം നമുക്കൊരു മെസ്സേജ് തരുന്നത്. അതും ഒരു IT പ്രൊഫഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇത്രയും തരം താഴാൻ പാടില്ലാതാണ് പടം കാണിക്കുന്നത്. വെള്ളത്തിലെ മുരളിക്ക് ശേഷം ഇപ്പം പുതിയ ജീവൻ, അതിന് ശേഷം ഒരു ജീവൻ അങ്ങനെ വേണേൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ അത്രക്കും എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിൽ ജീവിക്കേണ്ട ഒരാൾ ഇത്രയും ലോ ലെവലിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ. എല്ലാം പുതുമകളാണല്ലോ. അതിൽ പുള്ളിയുടെ കോൺഫിഡൻസ് കൊള്ളാം, കുഴപ്പമില്ല. അഭിനയമൊക്കെ നല്ലതാണ്. ആ ജീവൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിനയമാണ്. എങ്ങനെയുണ്ട് പടം കണ്ടിട്ട്? നന്നായിട്ട് ഫീൽ ചെയ്തു. കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ഡെൻകാർഡിൻ്റെയൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഇറങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇപ്പം ഇത് വെള്ളവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുമോ എന്നൊരു കൺസേണിലാണ് ഫിലിം കണ്ടു തുടങ്ങിയത്.
പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഏതൊരു കുടിയൻ്റെ ഫിലിം എടുത്താലും അത് നാശത്തിലേക്ക് പോയില്ല, പിന്നെ ഒന്നിന്ന് ഇവർ ബിൽറ്റ് ചെയ്തു തുടങ്ങി. ഇതിനകത്ത് ഇതിൻ്റെ ഹീറോ എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് എല്ലാ ക്യാരക്ടർ പ്രോബ്ലംസ് ഉള്ളത്. അപ്പം എല്ലാവരും ഇതിനകത്ത് അപ്പം അയാൾക്ക് ആ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് അയാളുടെ അയാൾക്ക് ഈ വെള്ളമടി നിർത്തിയാൽ അയാൾ ബാക്ക് ടു അയാളുടെ നോർമൽ ലൈഫ്. ഒന്നെങ്കിൽ നിർത്തുക അല്ലെങ്കിൽ നിർത്തിയായിട്ട് എല്ലാവരും ബോധിപ്പിക്കുക. അവിടെ ചേഞ്ചസ് ആണ്, അത്രയും ഇതിലാണ്. ഇപ്പം പുതുമുഖങ്ങളാണല്ലോ പടത്തിൽ മൊത്തമായിട്ട്, അപ്പോൾ അവരെ കുറിച്ചൊന്ന് പറയുവാണെങ്കിൽ. തീർച്ചയായും എല്ലാവരും പുതുമുഖങ്ങളായിട്ടാണ് അഭിനയിച്ചതെന്ന് തോന്നത്തില്ല, അത്രയ്ക്കും നാച്ചുറലായിട്ടാണ് എല്ലാവരും ചെയ്തത്. എസ്പെഷ്യലി അതിൽ ഒരു മനസാക്ഷി എന്ന് പറയാൻ പറ്റും, പുള്ളിയുടെ മൈൻഡിൻ്റെ ഒരു പ്രതിബന്ധം വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ലാസ്റ്റ് പുള്ളി കല്യാണം അയാളൊക്കെ. അതുപോലെ തന്നെ ഒരു പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എടുത്തു പറയേണ്ടത്. ആ ബാറിൽ ആക്സിഡന്റ് എങ്ങനെ ഒരു വണ്ടി ചേസ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് ചുണ്ടിങ്ങനെ ഇറക്കുന്നത് എല്ലാ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അതിൽ വ്യത്യസ്തമായിട്ട് നല്ലൊരു ക്യാരക്ടറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു ഡയലോഗ്, ഒരു പിച്ചക്കാരൻ ലിക്കർ മേടിച്ചു കൊടുക്കുന്ന അയാൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നമ്മൾ തമ്മിലുള്ള ദൂരം വളരെ കുറവാന്ന് പറയുന്ന പോലത്തെ കുറേ എടുത്തു പറയേണ്ട കുറേ ഡയലോഗ്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് അല്ലേ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് കോംപ്രമൈസ് ഒട്ടും ചെയ്തിട്ടില്ല. സൂപ്പർ ഫിലിമാണ്, വളരെ കണക്ട് ചെയ്തു, ശരിക്കും ഫീൽ ചെയ്തു. ഞാൻ ജീവൻ മൂവി കണ്ടു. സച്ച് എ ഗ്രേറ്റ് മൂവി. ഇപ്പോൾ എൻ്റെ ജനറേഷനിൽ പോലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ ഇപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഒരാളെ പറ്റിയാണെന്ന് തോന്നിപ്പോകാം. നമുക്കാണെങ്കിൽ പോലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇതൊക്കെ ആകാം, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഇങ്ങനെയൊക്കെ ആകാം. ഒരുപാട് ടച്ച് ചെയ്യുന്നൊരു മൂവിയാണ്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് മൈ ഡാഡ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് മൂവി. റിയലി ഹാപ്പി ആൻഡ് ദ ഹോൾ ടീം. അവൻ വാട്ടർലൂവിലാണെന്ന് പറഞ്ഞാൽ നശിച്ചു എന്നർത്ഥം, അല്ലെങ്കിൽ എല്ലാത്തിലും തോറ്റു.